Good evening. Good evening, Molu. Okay, who all are the leaders? Good evening, ma'am. Innathe prayer Sure. Vinita. Give me all in my lamp, give me burning. Give me all in my lamp, I pray. Give me all in my lamp. Give me burning. Give me oil in my lamp, I pray. Give me oil in my lamp, give me burning. Give me burning to the break of day. Thank you, ma'am. Okay, thank you, Vinita. Thought of day. Karthika. The eyes only provide vision, but when we say what we see, it depends on our sense of mind. Thank you. Okay, thank you, Karthika. Sign in yaru illa, ma'am. Oh, it's okay, no problem. Appo namak class start cheyyam. Develop of the imagination, creativity. Development of imagination and creativity. So നമ്മൾ കുട്ടികളുടെ നാച്ചുറൽ ഡെവലപ്മെന്റ് അതിന്റെ certain laws അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ who will read? ഞാൻ റീഡ് ചെയ്യാം മാം. Development of imagination and creativity. According to Maria Montessori, these are inborn powers in the child which develop as his mental abilities are developed through his experience as he grows. The child needs practical and ordered perceptions of his environment to be capable of selecting and growing processes necessary for creative endeavors. She believed that to help the child organize his റേഞ്ച് ഇഷ്യൂ ഉണ്ടോ? perceptions, he should be free to join with an environment which should be real, beautiful, and harmonious. To be creative is important for an independence of judgment, which will provide freedom and ability to make his own decisions and openness to truth and reality. The child should be exposed to reality. ഓക്കെ, ഫൈൻ. ഞാൻ ഈ പാരഗ്രാഫ് വായിച്ചതല്ലേ കഴിഞ്ഞ പ്രാവശ്യം? ആണോ? ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. നമ്മൾക്ക് തന്നെ അറിയാം കുട്ടികളുടെ ആ ഒരു ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, എന്തെങ്കിലും കാര്യം വരുമ്പോ ഒരു ഭയങ്കര കഥ പറയുന്ന പോലെയൊക്കെ ചിലപ്പോൾ പറയും. ഒരു ഫാന്റസി വേൾഡിലായിരിക്കും, റിയാലിറ്റി അല്ലാതെ ചില കാര്യങ്ങൾ അവർ ഇമാജിൻ ചെയ്ത് പറയുന്നത് പലപ്പോഴും നമുക്കറിയാം. സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അവരുടെ ഒരു പെൻസിൽ പോയി, ഒരു റബ്ബർ പോയി, ഭയങ്കര കഥയായിരിക്കും അതിന്റെ പുറകിൽ പറയുന്നത്. നമ്മൾ ഡിഫൻസ് മെക്കാനിസം പഠിച്ചല്ലോ, അവരൊരു ഫാന്റസി അങ്ങനെ ഒരു രീതിയിൽ ഇമാജിൻ ചെയ്ത് പറയും.
ബട്ട് അറ്റ് ദ സെയിം ടൈം അവരുടെ ഈ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും അവരുടെ ഡ്രോയിങ് പ്രോസസ് ഡെവലപ്മെന്റിലേക്ക് ട്രിഗർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവരുടെ പെർസെപ്ഷൻസ്, അവർ ഓരോ കാര്യങ്ങൾ കാണുന്നത്, അതിനെല്ലാം നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്ട് തന്നെ ഉണ്ടാവും. എൻവയോൺമെന്റുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്ത് റിയൽ ബ്യൂട്ടിഫുൾ ആ ഒരു രീതിയിൽ ഭയങ്കര ഹാപ്പി ആയിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ക്രിയേറ്റിവിറ്റി, ഇവരുടെ ഇമാജിനേറ്റീവ് പവർ, ക്രിയേറ്റിവിറ്റി, ഇതെല്ലാം നമുക്ക് വഴിതിരിച്ചു വിടാം ലൈക്ക് അവരുടെ ഡെവലപ്മെന്റിലേക്ക്. ഓക്കെ, പലപ്പോഴും ഇവരുടെ കോൺസെൻട്രേഷൻ, ഇവരുടെ അറ്റൻഷൻ, ഒരു ശ്രദ്ധയോടുകൂടെ പലപ്പോഴും ഇരിക്കും. പവർ ഓഫ് അറ്റൻഷൻ, പിന്നെ തന്നെത്താനെ ചെയ്യുന്നത് ഇൻഡിപെൻഡൻസ്, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ജഡ്ജ്മെന്റ്, അത് എല്ലാം ലൈക്ക് ആ ഒരു ഫ്രീഡം, എബിലിറ്റി, തന്നെ ഡിസിഷൻസ് എടുക്കാൻ. അല്ലെങ്കിൽ എപ്പോഴും ഇവർക്ക് പല ഡൗട്ട്ഫുൾ ആവും. അവർ അഡൾട്ട് ആവുമ്പോഴും ഇവർക്ക് ഡൗട്ട്ഫുൾ ആയിരിക്കും. ഇവരുടെ ഈ ക്വാളിറ്റീസ് ഇംപ്രൂവ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ, ഡെവലപ്പ് ചെയ്ത് പോയില്ലെങ്കിൽ അഡൾട്ട് ആവുമ്പോഴും അവർക്ക് ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റാതെ വരുന്നു. പലതിനും യെസ് ഓർ നോ പറയാൻ, ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയാനായിട്ടും, നോ പറയേണ്ടടുത്ത് നോ പറയാനും, യെസ് പറയേണ്ടടുത്ത് യെസ് പറയാനും അങ്ങനെ പറ്റാതെ വരുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളും അഡോളസൻസ് സെറ്റിൽ എത്തുമ്പോൾ ചില കുട്ടികളിൽ കാണാല്ലേ, ഓൺ ഡിസിഷൻസ് ഇല്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ആ വഴി പോകും. അവരോട് നോ പറയാൻ ബുദ്ധിമുട്ട്, യെസ് പറയാൻ ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള ഓൺ ഡിസിഷൻസും അവരുടെ പെർസെപ്ഷൻസും വ്യൂ പോയിന്റും എല്ലാം കറക്റ്റ് ആവും. ഓക്കെ, ഈ ഇമാജിനേഷൻ പവർ, കറക്റ്റ് ആയിട്ട് ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ പവർ നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പൊ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടി, ആ കുട്ടിയുടെ എനർജി ലെവൽ കൂടുതലായിരിക്കും. അപ്പൊ അവന്റെ ആ എനർജി പോസിറ്റീവ് സൈഡിലേക്ക് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ദാറ്റ് വിൽ ബി ബെറ്റർ ഫോർ ഹിസ് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ പലപ്പോഴും ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ അങ്ങനെയാണ് വേണ്ടത് എന്ന് തന്നെ പല ടീച്ചേഴ്സും പറയുന്നതായിട്ട് പറയും. ഒന്നും മിണ്ടാതെ ഇങ്ങനെ സപ്രസ് ചെയ്തിരിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ഒരു അവരെ ഡീൽ ചെയ്യാന്ന് പറഞ്ഞാലാണ് ശരിക്കും ടഫ്. പക്ഷെ ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ റിയൽ. അത് അവർക്ക് ഭയങ്കര ഓപ്പൺനെസ് ആയിരിക്കും അവർക്ക് കൂടുതലും. ഒന്നും അവര് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അതേസമയം ഒതുങ്ങി മിണ്ടാതിരിക്കുന്നവര് there may be something in their mind. Maybe they are suppressing, എന്തെങ്കിലുമൊക്കെ സപ്രസ് ചെയ്യുന്നുണ്ടായിരിക്കും. മിക്കവാറും കുട്ടികളിൽ അങ്ങനെ കാണാറുണ്ട്. മറ്റേതിങ്ങനെ മറ്റുള്ള കുട്ടികൾക്ക് ഭയങ്കര പിരിപിരിപ്പ്. അവർക്ക് എന്തെങ്കിലും ജോലി എപ്പോഴെങ്കിലും ഏൽപ്പിച്ചുകൊണ്ടിരിക്കണം. എന്ത് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യണം ആ ഒരു രീതിയിൽ, ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വരുന്ന കുട്ടികളായിരിക്കും. അവരെ ഹൈപ്പർ ആക്റ്റീവ് എന്ന് ഭയങ്കരമായിട്ട് പറയേണ്ട ആവശ്യമില്ല. അവരുടെ എനർജി ലെവല് ഒന്ന് കൂടുതലാണെന്ന് മാത്രം. Okay. So, next paragraph. Next paragraph. ആരംഭിക്കാം. സ്മിത ഒന്ന് മ്യൂട്ട് ചെയ്യണേ. നെക്സ്റ്റ് പാരഗ്രാഫ് ആരാ? Imagination power is the great use for the world because it generates practical applications. It is the process of forming mental imagination of the object in the absence of the concrete stimuli. It is the mental ability to reflect the image of memory. It is the mental ability to create original image and concept by connecting the product of past experience. Montessori did not like the child being exposed to fantasies as she believed fantasies are unreal, aimless, ethereal, and do not give any beneficial base. She wanted children to have experiences that will provide rich and realistic groundwork that they can depend on his growth towards maturity. Next paragraph കൂടെ വായിച്ചോ. Dr. Montessori says. Dr. Montessori says imagination can have only a sensory basis. The sensory education which prepare for the accurate perceptions of the different details in the qualities of the things is therefore the foundation of the observation of
things and of the phenomena which present themselves to our sense, and which these is help us to collect from the external world the materials for the imagination. ഓക്കെ. സോ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, അതിനെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു അബ്സോർബൻ മൈൻഡാണ്. അവർ എന്ത് കിട്ടിയാലും പെട്ടെന്ന് തന്നെ അവരുടെ ബ്രെയിനിലേക്ക് രജിസ്റ്റർ ആകും, അവരത് ഉൾക്കൊള്ളും. സോ അവരുടെ മെന്റൽ എബിലിറ്റിയാണ് അവരുടെ മെമ്മറിയിൽ വരുന്ന ഇമേജസ് അതിനെ റിഫ്ലക്ട് ചെയ്യാന്നുള്ളത്. ചെറിയ പ്രായത്തിൽ അവർ ടോയ്സ് കൊണ്ട് കളിച്ചു, അതിന് ജീവൻ ഉണ്ടെന്ന് വിചാരിച്ച് അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലും അതിനെ ഉറക്കുന്നതും ഭക്ഷണം കൊടുക്കുന്ന രീതിയിലൊക്കെ അവര് ആ സമയത്ത് അവരുടെ ആ ഏജിൽ ചെയ്തു. ബട്ട് ഒരു കുറച്ച് ഏജ് ആയി കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് മനസ്സിലായി ദാറ്റ് ഇസ് നോട്ട് റിയൽ, അത് റിയൽ അല്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുകയാണ്. അപ്പൊ കുട്ടികൾക്ക് എപ്പോഴും റിയൽ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കുട്ടികളെ കണക്ട് ചെയ്യണം എന്നാണ് മോണ്ടിസോറി പറയുന്നത്. അവർക്ക് ഫാന്റസീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, റിയൽ അല്ലാത്ത കാര്യങ്ങൾ, റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ലൈക്ക് അൺറിയൽ, അതായത് റിയൽ അല്ലാത്തത്. എന്താ പറയാ, നമ്മളിപ്പോ ഫിസിക്കലി നമ്മളൊരു കാര്യം കാണുന്നു, ലൈക്ക് ഒരു ഒരു കല്ല് കാണുന്നു ഫിസിക്കലി, അതായത് നാച്ചുറൽ ആയിട്ട് നമ്മൾ കാണുന്നു. ഇത് റിയൽ അല്ലാത്ത എന്തെങ്കിലും വെച്ചിട്ട് കുട്ടികളെ പറഞ്ഞിങ്ങനെ പീഡിപ്പിക്കുന്ന രീതിയിലുള്ള കഥകളൊക്കെ പറയാറുണ്ടെങ്കിൽ അങ്ങനെ രീതിയിൽ. അപ്പോ മോണ്ടിസോറി അതിനെയൊക്കെ എഗെയിൻസ്റ്റ് ആയിരുന്നു. അവരെപ്പോഴും റിയൽ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക. എത്തിറിയലുമായിട്ടുള്ള ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊന്നും ഒരു ബെനിഫിറ്റ്, അങ്ങനെ ഒരു ഗുണം ഉണ്ടാവില്ല എന്നുള്ളത്. കാരണം ഇപ്പൊ കുട്ടിയെ പറഞ്ഞ് പേടിപ്പിക്കുവാണ്, ഇപ്പൊ പോലീസ് വരും ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. പക്ഷെ ഒരു 2-3 പ്രാവശ്യം കഴിയുമ്പോഴേയും കുട്ടി മനസ്സിലാക്കുകയാണ് അങ്ങനെ ഒരാൾ വരുന്നില്ല. സോ പിന്നെ അതിനതൊരു പേടിയില്ല, ഓ വന്നോട്ടെ, ആ ഒരു രീതിയിലൊരു അങ്ങനെ ഇരിക്കും. ആദ്യമൊക്കെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ഇങ്ങനെ എന്തൊക്കെയോ പേരൊക്കെ പറഞ്ഞ് കാച്ചി വരുന്നു, അങ്ങനെ പറഞ്ഞ കുട്ടികളെ പറഞ്ഞ് പേടിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുക്കുമായിരുന്നല്ലോ. ബട്ട് ഇറ്റ്സ് നോട്ട് റിയൽ എന്നുള്ളത് കുട്ടി പിന്നെ മനസ്സിലാക്കുകയാണ്. സോ അതുകൊണ്ട് മോണ്ടിസോറി അതിന് അഗെയിൻസ്റ്റ് ആയിരുന്നു. റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് കുട്ടികൾക്ക് കണക്ട് ചെയ്ത് പോവുക എന്നുള്ളതാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. പിന്നെ ഇമാജിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസറി ബേസിസിൽ വേണം. അതായത് ഇവർക്ക് സെൻസറി ആക്ഷൻസ് കൂടിയാണ് ഇവർക്ക് പല കാര്യങ്ങളും ഇവരുടെ ലേണിംഗ് പ്രോസസ് പോകുന്നത്, ഇവരുടെ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. അപ്പൊ ഇമാജിനേഷനും ആ ഒരു രീതിയിലുള്ള ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള രീതിയിൽ പോകണം പല കാര്യങ്ങളെ കുറിച്ചും. അങ്ങനെ തന്നെ രീതിയിൽ അങ്ങനെ ആകുമ്പോൾ ഒരു ഫൗണ്ടേഷൻ, കുട്ടികളിൽ ഒരു ബേസ് ഉണ്ടാവും ഓരോ കാര്യങ്ങളെ കുറിച്ചും. അവരുടെ സെൻസസ് വഴി അവർ ഓരോ കാര്യം മനസ്സിലാക്കും. അത് പുറത്തുള്ള എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും അവരുടെ ഇമാജിനേഷൻ പോകുന്നത്. കുറച്ച് പോയിന്റ്സ് ഉണ്ട്. കുട്ടിയുടെ ഇമാജിനേഷൻ, ടു ഡെവലപ്പ് ചൈൽഡ്സ് ഇമാജിനേഷൻ ഷീ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത്. സോറി പറഞ്ഞ ചില പോയിന്റ്സ് ഒന്ന് ഈ തുടങ്ങി ഇഷ്യൂ വരെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റ്സ് മാത്രം ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാം. To develop child's imagination, he should be provided with: first one, lot of experience with real things; second one, concrete manipulation with concrete objects; third one, read real stories to children; fourth one, freedom; fifth one, chances to connect with nature; sixth one, sensorial education as indirect preparation for later learning through imagination and abstraction; seventh one, truth and reality; last one, cosmic access to the cultural subject, response to the child's need for knowledge and truth. ഓക്കെ. സോ എല്ലാം കഥകളാണെങ്കിലും ശരി, റീഡ് റിയൽ സ്റ്റോറീസ് ടു ചിൽഡ്രൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കോൺക്രീറ്റ് മാനിപ്പുലേഷൻ വിത്ത് കോൺക്രീറ്റ് ഒബ്ജക്ട്സ്, റിയൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ് അസ്യൂം ചെയ്തിട്ടോ അങ്ങനത്തെ ഉള്ള രീതിയിൽ ഉള്ള കൺക്ലൂഷനോട് കൂടിയുള്ള കാര്യങ്ങൾ വെച്ചിട്ടല്ല. ഇപ്പൊ ഇവൻ ഒരു ടോയ് കൊടുക്കുവാണെങ്കിലും ഒരു മെറ്റീരിയൽസ് ഒരു ആക്ടിവിറ്റിക്ക് കൊടുക്കുവാണെങ്കിലും ഇറ്റ് ഷുഡ് ബി റിയൽ ഉള്ള രീതിയിൽ. റിയൽ തിങ്സുമായിട്ട് കുറെ കാര്യങ്ങൾ അവർ ആക്ടിവിറ്റീസ് ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോൾ അവർക്ക് ലെങ്ത്, ബ്രെഡ്ത്ത്, സൈസ്, ഷേപ്പ്, കളർ ഇതെല്ലാം അവർ മനസ്സിലാക്കാനായിട്ട് ഇതുപോലുള്ള കോൺക്രീറ്റ് ഒബ്ജക്ട്സ്, റിയൽ ആയിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അവർക്ക് വേണ്ടുന്ന ഫ്രീഡം, അതെല്ലാം ചൂസ് ചെയ്യാനും അത് ഉപയോഗിച്ച് ആക്ടിവിറ്റി ചെയ്യാനുള്ള ഫ്രീഡവും അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഏത് ഏരിയ ആണെങ്കിലും, വെദർ ഇറ്റ് ഈസ് മ്യൂസിക്, ആർട്സ്, അങ്ങനെ എന്ത് തന്നെയായാലും എല്ലാമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ സബ്ജക്ട്സ് എടുക്കും. ഇപ്പോ ബോട്ടണി,
ദാറ്റ് മീൻസ് ഗാർഡനുമായിട്ട് അവരെ കണക്ട് ചെയ്യാം. അവർക്ക് പ്ലാന്റ്സിനെ കുറിച്ചൊരു ഐഡിയ കിട്ടാനുള്ള രീതിയിൽ ആ രീതിയിൽ ചെയ്യാം. സുവോളജി വരുമ്പോൾ പെറ്റ്സ് ഉണ്ടെങ്കിൽ അത് ബേർഡ്സ്, അല്ലെങ്കിൽ അവിടെ ഒരു ഗാർഡൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ കിളികളും ബട്ടർഫ്ലൈസും ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു ഗാർഡൻ ആണെങ്കിൽ അതും ഒരു റിയാലിറ്റി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. അപ്പൊ എല്ലാം റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഡെവലപ്മെന്റ്, കുട്ടികളുടെ ഇമാജിനേറ്റീവ്. ഇപ്പോ കിളികൾ വരുന്നു, ബട്ടർഫ്ലൈ വരുന്നു, നമുക്കൊരു സ്റ്റോറി റിലേറ്റ് ചെയ്ത് അതിനെ കാണിച്ചിട്ട് പറയാം. പ്ലാന്റ്സിനെ റിലേറ്റ് ചെയ്തൊരു ഇത് പറയാം. കുട്ടിയെ കൊണ്ട് തന്നെ ഒരു വിത്ത് നടിയിച്ച് ഓരോ ദിവസവും അതിന്റെ ഡെവലപ്മെന്റ് അത് അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാം. അതിനെ വാട്ടർ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻറ്റും അതിന് സൺലൈറ്റ് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസും അതെല്ലാം. അപ്പൊ അങ്ങനെ എല്ലാം റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ 5 സ്റ്റേജസിലൂടെ ഉള്ള പ്രോസസ്, ഈ ഇമാജിനേഷനും അതുപോലെ തന്നെ ഡെവലപ്മെന്റും റിയാലിറ്റിയും എല്ലാം കൂടെ കണക്ട് ചെയ്ത് കുട്ടിയുടെ ഡെവലപ്മെന്റ് ഒരു 5 സ്റ്റേജസിലൂടെ ഒരു പ്രോസസ് അതിനെ കൂടെ പോകുന്നു എന്ന് പറയുന്നു. സോ ലൈക്ക് ആ 5 സ്റ്റേജ് ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ചെറിയ The child will go through 5 stages in the process. The first stage is when the child is observing the surroundings. He takes in all that is around him and it becomes a part of him. Second stage is assimilating all the informations he sees. He will order the information until he gets an understanding of it. That's why the presentation must be clear and consist and the idea you are reaching isolated. Third stage is when the child becomes familiar with the idea and wants to practice. There is a need for repetition in which the discovers new things. Fourth stage is when the child is using his imagination and he makes connections between the materials and the surroundings. Fifth stage is when the child is doing creative action or spontaneous activity. To encourage this activity in the classroom, we must look at certain areas such as ടേബിൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ 5 സ്റ്റേജസ് ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു. ഇമാജിനേറ്റീവ് പവറും റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള രീതിയിൽ ഡെവലപ്മെന്റ് വരുമ്പോൾ ഒരു 5 സ്റ്റേജസിലൂടെ പോകും. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ എൻവയോൺമെന്റ്, അതായത് സറൗണ്ടിങ്സ്, അതിൽ നിന്ന് എന്തെല്ലാം കാണുന്നു അതെല്ലാം കുട്ടി അബ്സോർബ് ചെയ്യുന്നു. ഒരു അബ്സോർബൻ മൈൻഡാണ്, ഫുൾ ഉൾക്കൊള്ളുന്നു, വലിച്ചെടുക്കുന്നു എന്ന് തന്നെ പറയാം. ഹി ടേക്സ് അതിന് ചുറ്റുമുള്ളത്, അങ്ങനെ അതിന്റെ ഒരു ഭാഗം, അതിന്റെ ഒരു പാർട്ടായിട്ട് തന്നെ മാറും. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾസോ ലൈക്ക് അബ്സോർബിങ്. അസിമുലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എടുക്കുക, വലിച്ചെടുക്കുക എന്നുള്ളൊരു മീനിങ് തന്നെയാണ്. ഇങ്ങനെ ഒരു ഇതില് മിക്സ് ചെയ്ത് അതിന് ഒരു സൊല്യൂഷൻ ഒക്കെ ആണെങ്കിൽ അതിലേക്ക് എന്തെങ്കിലും സാധനം ഇട്ട് മിക്സ് ചെയ്ത് അതുമായിട്ട് പഞ്ചസാര വെള്ളത്തിൽ അലിയിക്കില്ലേ, സെയിം പ്രോസസ് അസിമുലേറ്റിംഗ്. ആ കാണുന്ന ഇൻഫർമേഷൻസ് മുഴുവനും അങ്ങനെ ഉള്ളിലേക്ക് എടുക്കും. അസിമുലേറ്റിംഗ് ഓൾ ദ ഇൻഫർമേഷൻ ഹി സീസ്. ഹി വിൽ ഓർഡർ ദ ഇൻഫർമേഷൻ until he gets an understanding of it. അത് മനസ്സിലാകുന്നത് വരെയും ആ ഇൻഫർമേഷൻസിനെ പല പ്രാവശ്യം ആളുടെ ഒരു വ്യൂ പോയിന്റ്, പെർസ്പെക്റ്റീവ് എല്ലാം വെച്ചിട്ട് ഒന്ന് അനലൈസ് ചെയ്യും. അങ്ങനെ കാര്യത്തെ കുറിച്ചൊരു ക്ലാരിറ്റി, അതിനെപ്പറ്റി ഒരു കൺസിസ്റ്റന്റ്, അങ്ങനെ തന്നെ ഓട്ടോ എഡ്യൂക്കേഷൻ എന്നുള്ള തന്നെത്താനെ അതിനെപ്പറ്റി മനസ്സിലാക്കുകയാണ് സെക്കൻഡ് സ്റ്റേജിൽ ചെയ്യുന്നത്. തേർഡ് സ്റ്റേജ് ഒരു കാര്യം, ഒരു ആക്ടിവിറ്റി ചെയ്യുവാണ്. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറെ അതിനകത്ത് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു എറർ വരും. അത് തന്നെത്താനെ ആ എറർ കണ്ടുപിടിച്ച് വീണ്ടും അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അതുമായിട്ട് ഫെമിലിയർ ആവും. ആ ഒരു ഐഡിയ കിട്ടും, ഹൗ ടു ഡു ദിസ്. ഇപ്പൊ സ്നേക്ക് ആൻഡ് ലാഡർ കുട്ടികളുമായിട്ട് കളിക്കുന്നു. ഫസ്റ്റ് ടൈം കളിക്കുമ്പോൾ അവർക്ക് അറിയില്ല ഇതെന്താ എങ്ങനെയാന്നിട്ട്. 2-3 പ്രാവശ്യം അത് കളിച്ചു കഴിയുമ്പോൾ ദേ വിൽ ഗെറ്റ് ദ ഐഡിയ. അതെങ്ങനെ പ്ലേ ചെയ്യണം, എത്ര കിട്ടിയാൽ അവർക്ക് അങ്ങോട്ട് കയറാൻ പറ്റും, സ്നേക്കിന്റെ വായിൽ പോകും, അതെങ്ങനെ വരാനായിട്ട് എത്ര വീഴണം, അങ്ങനെയൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പൊ അങ്ങനെ ബൈ പ്രാക്ടീസ് അവർക്ക് എല്ലാത്തിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടും, ഫെമിലിയർ ആകും. അതിന് റിപ്പീറ്റേഷൻ വേണം. പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് റിപ്പീറ്റേഷൻ വേണം. ദെൻ 4th സ്റ്റേജ് ഇമാജിനേറ്റീവ് പവർ യൂസ് ചെയ്യുന്നു. യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസും സറൗണ്ടിങ്സുമായിട്ട് കണക്ട് ചെയ്യുന്നു. 5th സ്റ്റേജ് ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് താനെ വരുന്ന ചില ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ
ക്ലാസ് റൂമിൽ അതിന് പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു ക്രിയേറ്റിവിറ്റി ക്ലാസ് റൂമിൽ എൻകറേജ് ചെയ്യണം. കുട്ടി ചെയ്യുന്ന എന്തും അതിനെ തടയരുത്, ലൈക്ക് അറസ്റ്റ് ചെയ്യരുത്, പിന്നെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുക ആ ഒരു ക്രിയേറ്റിവിറ്റിക്ക്. നമുക്ക് സർട്ടൻ ഏരിയാസ് എല്ലാം കാണാം. ഓക്കെ, ഇപ്പോ കൺസ്ട്രക്ഷൻ ഏരിയസ്, ലേണിങ്ങും മെറ്റീരിയൽസ്. അപ്പോ മെറ്റീരിയൽസ് ഇരിക്കുന്ന ഒരു ബോക്സിനകത്ത് കുറെ സാധനങ്ങളുണ്ട്, ജങ്ക് ആണെന്നായിരിക്കാം, അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സ് ഇരിക്കുന്ന ഒരു ബോക്സ് ആണെന്നായിരിക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് പല കളറും മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. കുട്ടിക്ക് അത് കൊടുക്കുമ്പോൾ കുട്ടിയുടെ ഇമാജിനേഷൻ അനുസരിച്ച് അവൻ എന്താണോ വേണ്ടത് അതുണ്ടാക്കും. നമുക്കറിയാം ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ വാങ്ങുമ്പോൾ അതിന്റെ കൂടെ ഒരു ലീഫ്ലെറ്റ്, ഒരു ഇങ്ങനെ എന്തൊക്കെ മോഡൽസ് ഉണ്ടാക്കാം എന്നുള്ള സ്റ്റെപ്സോട് കൂടിയ ചില ബുക്ക്ലെറ്റ് പോലെ കിട്ടും. പക്ഷെ അതൊന്നും അവർ ശ്രദ്ധിക്കില്ല. അവർക്ക് കിട്ടുന്നതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് എന്താണോ ഇൻട്രസ്റ്റ്, ചില JCB ആന്ന് പറഞ്ഞ ചില ഷേപ്സ് ഉണ്ടാക്കി വെക്കും, ചിലര് റോബോട്ട് ആന്ന് പറഞ്ഞിട്ട് ചില ഷേപ്സ് ഉണ്ടാക്കും, ചിലര് ഫ്ലവർ ഉണ്ടാക്കും. അങ്ങനെ അവരുടെ ഇമാജിനേഷൻസ് അനുസരിച്ച് വാട്ട് ദേ വാണ്ട് അത് അവര് ഉണ്ടാക്കും. ദാറ്റ് ഈസ് കൺസ്ട്രക്ഷൻ ഏരിയ. അതാണ് ലേണിംഗ് പ്രോസസ്സിലെ ഏരിയ ആണ് കൺസ്ട്രക്ഷൻ ഏരിയ. പിന്നെ നെക്സ്റ്റ് മെറ്റീരിയൽസ്. ഞാൻ മെറ്റീരിയൽസ് പറഞ്ഞ ലേണിംഗ് പ്രോസസ് എന്താന്ന് അങ്ങനെ ആ രീതിയിലാണ് പറയുന്നത്. വുഡ്, ഇലാസ്റ്റിക് ബാൻഡ്സ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈവൻ നമ്മൾ ഭയങ്കര വില കൊടുത്ത് ടോയ്സ് ഒക്കെ വാങ്ങിയാലും അവർ 1-2 പ്രാവശ്യം അത് കയ്യിലെടുക്കും. പിന്നെ കാണാറില്ലേ, കുട്ടികൾക്ക് അതിനോടൊന്നും താല്പര്യം ഉണ്ടാവില്ല. വുഡ്, ഇലാസ്റ്റിക് ബാൻഡ്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടി അതുകൊണ്ട് എന്തെങ്കിലും ഒരു മോഡൽ ഉണ്ടാകും. അതിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വണ്ടി പോലെയോ പ്ലെയിൻ പോലെയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. സോ ദാറ്റ് ഈസ് ഹിസ് ടെക്നോളജി ഏരിയ. സംടൈംസ് ദേ വിൽ മേക്ക് ലൈക്ക് എയറോപ്ലെയിൻ അല്ലെങ്കിൽ കാർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഈ കിട്ടിയ സാധനങ്ങൾ മെറ്റീരിയൽസ് വെച്ചിട്ട് അവരുണ്ടാക്കും. ദാറ്റ് ഈസ് ദർ ടെക്നോളജി ഏരിയ. പിന്നെ സാൻഡ് പിറ്റ്, ഗാർഡനില് സാൻഡ് പിറ്റ് ഉണ്ടാവും, ഒരു കുഴിയിൽ നിറയെ മണ്ണൊക്കെ ആയിട്ട്. പിന്നെ വെള്ളത്തിൽ കളിക്കാനുള്ളതും ഒക്കെ ഉണ്ടാവും. ഈ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കാര്യമാണ്. ഇതെല്ലാം സയൻസ് ഏരിയ. ഗാർഡനില് വെള്ളം, ചെടികൾക്ക് വെള്ളം കൊടുക്കുന്നതും ഈ വെള്ളം ഇങ്ങനെ മണ്ണിലേക്ക് അബ്സോർബ് ആയി പോകുന്നതും, ചെടിയുടെ റൂട്ട് അവിടെയുണ്ട്, അപ്പൊ അത് വളരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, കൊടുക്കുന്ന വെള്ളവും മണ്ണിൽ നിന്നെല്ലാം അത് അബ്സോർബ് ചെയ്യുന്നു. ആ രീതിയിൽ അപ്പൊ സയൻസ് ഏരിയ അങ്ങനെ വരുന്നു. പിന്നെ പല ടൈപ്പിലുള്ള ബോർഡ് ഗെയിംസും പല പാറ്റേൺസും കൊടുക്കുമ്പോൾ മാത്തമാറ്റിക്കൽ അരിത്തമെറ്റിക് ഏരിയ വരികയാണ്. കുട്ടികളോട് കഥകൾ പറയുമ്പോൾ അവരോട് അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറയുന്നു. എന്നിട്ട് അത് തന്നെ ടേപ്പ് ചെയ്ത് മീൻസ് റെക്കോർഡ് ചെയ്തിട്ടോ അത് കേൾപ്പിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. അത് കൂടാതെ നമുക്ക് കുട്ടികളെ കൊണ്ട് ഒരു എനിക്ക് KG സെഷനിലെ കുട്ടികളത് പറയാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല, നമുക്ക് ചെയ്യിക്കാം. അതായത് കുട്ടികളെ റൗണ്ടിലിരുത്തിയിട്ട് ഒരു സൈഡിൽ നിന്ന് ഒരു സെന്റൻസ് എന്തെങ്കിലും പറയും. ഒരു കാട്ടിലൊരു മാനുണ്ടായിരുന്നു, അടുത്ത ആളോട് ഒരു സെന്റൻസ് ചേർക്കാൻ പറയുക, അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് അങ്ങനെ തന്നെ കുട്ടികളെ കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യിക്കാം സ്റ്റോറി. അങ്ങനെ ചെയ്യിക്കാം, റിപ്പീറ്റ് ചെയ്യാം സെയിം സ്റ്റോറി അങ്ങനെ. പിന്നെ പെയിന്റിങ് സെഷൻ, പേപ്പർ പ്രിന്റിങ്, ഫിംഗർ പെയിന്റിങ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ, കൊളാഷ് ഉണ്ടാക്കിക്കാം. അപ്പൊ സിസറും അതുപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സും ഒക്കെ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യാനായിട്ട് പഠിപ്പിക്കാം കുട്ടികളെ. പേപ്പർ കട്ട് ചെയ്തിട്ട് അതുകൊണ്ട് കൊളാഷ് ഉണ്ടാക്കാനായിട്ട് പഠിപ്പിക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അവരുടെ വിരൽ കൊണ്ട് പെയിന്റ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യിക്കാം. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഏരിയ. പിന്നെ സ്റ്റോറീസ് വിത്ത് ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് പീറ്റ് ആൻഡ് ദ വോൾഫ്. അതെന്താന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല. സാധാരണഗതിയിൽ സൈലോഫോൺ ആണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഉണ്ടാകാറ്. സൈലോഫോൺ എന്ന് പറയുമ്പോൾ വളരെ സോഫ്റ്റ് മ്യൂസിക് ആയിരിക്കും. പിന്നെ ചിലയിടത്ത് ഡ്രം, ജാസ് ഒക്കെ യൂസ് ചെയ്യും മ്യൂസിക്കൽ കോർണറിൽ. അതുപോലെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിലായിരിക്കും കേട്ടോ അത് വരേണ്ടത്. കാരണം അല്ലെങ്കിൽ ചില കുട്ടികൾ മാത്രമേ ചിലപ്പോൾ മ്യൂസിക് ഏരിയയിൽ ഉണ്ടാവുള്ളൂ. ചിലർ ചിലപ്പോൾ കിടന്നുറങ്ങുമായിരിക്കും, ചിലർ ചിലപ്പോൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുമായിരിക്കും. അപ്പൊ ഈ ഡ്രമ്മിന്റെ ഒക്കെ ഒച്ച ചിലപ്പോൾ ചില സമയത്ത് കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പൊ അങ്ങനെ അല്ലാതെ മ്യൂസിക് കോർണറൊക്കെ അതിനനുസരിച്ച് ഒന്ന് ഐസൊലേറ്റഡ് ഒക്കെ ആയിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഡ്രംസ് ഉണ്ട്, വാട്ടർ ഇൻ ബോട്ടിൽസ്, ഇങ്ങനെ വെള്ളം നിറച്ച് വെച്ചിട്ട് നമ്മൾ മ്യൂസിക് കേൾപ്പിക്കില്ലേ, പല ലെവലില് വെള്ളം വെച്ചിട്ട്, അതൊരു ടൈപ്പ് ഓഫ് മ്യൂസിക് അങ്ങനെ കണ്ടിട്ടില്ലേ. അങ്ങനെ പല രീതിയിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കാണും. നെക്സ്റ്റ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് ജിം, games and movement activities.
റോൾ പ്ലേ. എവരി ടൈം നമുക്കൊരു റോൾ പ്ലേ ഉണ്ടായിരിക്കും, ഒരു ഇമാജിനേറ്റീവ് പ്ലേ. അതാണ് പറയുന്നത്, മാസ്ക് ഒക്കെ നമ്മൾ റെഡിയാക്കി വെക്കുവാണെങ്കിൽ കുട്ടികളെ കൊണ്ട് തന്നെ ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ച് റോൾ പ്ലേ ചെയ്യിക്കാം. അല്ലെങ്കിൽ അവർ കണ്ട കാര്യങ്ങൾ ചിലപ്പോൾ അവർ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ റോൾ പ്ലേ പോലെ ചെയ്യാം. അങ്ങനെ കുറെ എന്ന് പറയുന്നത് ഓഡിയോ ഏജൻസി ആയിട്ടൊക്കെയാണ് ഗൂഗിളിൽ കാണുന്നത്. അവിടെ ഓഡിയോ ഏജൻസീസ് ലൈക്ക് അതുപോലെ സ്റ്റുഡിയോ പോലുള്ള ഒരു സെറ്റപ്പ് ആണ് ഈ സ്റ്റോറീസ് വിത്ത് ഇൻസ്ട്രുമെന്റ്സ്. പക്ഷെ അവിടെ നമുക്കൊരു സ്റ്റുഡിയോ പോലുള്ള ഒരു ഇതാണ് മ്യൂസിക് ഏരിയ എന്ന് പറയുന്നത്. ഇമാജിനേറ്റീവ് പ്ലേ, റോൾ പ്ലേ ലൈക്ക് ഡോക്ടറായിട്ടും നഴ്സായിട്ടും മമ്മി പപ്പ ആ രീതിയിൽ, പിന്നെ ടീച്ചേഴ്സ്, ചിൽഡ്രൻ, ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ അങ്ങനെയൊക്കെ ചില റോൾ പ്ലേ ചെയ്യിക്കാറുണ്ടല്ലോ. ഇത് ശരിക്കും ഫാന്റസി അല്ല, പക്ഷെ അവർ കാണുന്ന കാര്യങ്ങളാണ്, റിയാലിറ്റിയാണ്. അവർ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടറെയും നഴ്സിനെയും കാണുന്നു, സ്കൂളിൽ വരുമ്പോൾ ടീച്ചറെയും ബാക്കി സ്റ്റുഡൻസിനെയും കാണുന്നു, വീട്ടിൽ മമ്മി പപ്പ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ. അപ്പൊ ആ രീതിയിൽ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള റോൾ പ്ലേ ചെയ്യിക്കാം. അവർക്ക് ചുറ്റുമുള്ള സിറ്റുവേഷൻസ് എന്താണോ അതിന്റെ ഒരു ഇമാജിനേറ്റീവ് പ്ലേ. അതാണ് ഈ ലേണിംഗ്. നമ്മൾ 5 സ്റ്റേജസ് പറഞ്ഞു. 5 സ്റ്റേജസിനും റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് സ്പോണ്ടേനിയസ് ആയിട്ട് അതിൽ ക്രിയേറ്റീവ് ആക്ഷൻ വരണം. ചുറ്റുമുള്ള സറൗണ്ടിങ്സ് മെറ്റീരിയൽസിനെയും അവർ കണക്ട് ചെയ്ത് ഇമാജിനേഷൻ അവർക്ക് വരണം. അവരുടെ പെർസെപ്ഷൻസ് റിയലുമായിട്ട് കണക്ട് ആണ്. അവർ എന്താണോ നോക്കിക്കാണുന്നത് അത് റിയലുമായിട്ട് കണക്ട് ആണ്. അങ്ങനെ നമുക്ക് ഡിഫറെന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഡിഫറെന്റ് ലേണിംഗ് പ്രോസസ്സിലൂടെ കുട്ടികളെ കൊണ്ടുവരാം എന്നുള്ളതാണ് ഈ ഒരു ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ്. ആർക്കെങ്കിലും റീഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ റീഡ് ചെയ്യാം. Montessori believed that the child possesses within him at birth the sense that responds to his emotional and spiritual surroundings. She believed children need motivation from those around them. He develops his emotional and spiritual life through receiving stimuli from people when he communicates with them. കുട്ടികള് ആരോടെങ്കിലും, ചില കുട്ടികൾക്ക് അങ്ങനെയല്ല, ചിലരോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലരെ അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ഒരാളോട്, നമുക്കും അങ്ങനെയല്ലേ, നമ്മള് ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ നമുക്കൊരു സമാധാനം, ഒരു പോസിറ്റീവ്നെസ്, അല്ലെങ്കിൽ ഒരു നമ്മളെ ട്രിഗർ ചെയ്യുന്ന എന്തോ ഒരു രീതിയിൽ അവര് വളരെ പ്ലീസിങ് ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കും. അതുപോലെ തന്നെയാണ് കുട്ടികൾക്കും അങ്ങനെ ഒരു സ്റ്റിമുലി, അങ്ങനെ ഒരു ട്രിഗർ ആളുകളിൽ നിന്ന് കിട്ടണം. എനിക്ക് കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത്. അപ്പൊ അങ്ങനെ അത് സറൗണ്ടിങ്സുമായിട്ട് ഇമോഷണലി സ്പിരിച്വലി കണക്റ്റഡ് ആണ് കുട്ടികളുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ആ ഒരു സെൻസ് റെസ്പോണ്ട് ചെയ്യുന്നു, ചുറ്റുമുള്ള കാര്യങ്ങളുമായിട്ട് അവർ ഇമോഷണലി സ്പിരിച്വലി എല്ലാം റെസ്പോണ്ട് ചെയ്യുന്നു. മോട്ടിവേഷൻ ഫ്രം ദോസ് അറൌണ്ട് ദം, അവർക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്ന് മോട്ടിവേഷൻ വേണമെന്നാണ് മോണ്ടിസോറി വിശ്വസിച്ചത്. അതായത് ഓൾമോസ്റ്റ് ഒരു സോഷ്യലൈസ് ചെയ്യണം, എൻവയോൺമെന്റുമായിട്ട് കണക്ട് ആവുക, ആളുകളുമായിട്ട് സോഷ്യലൈസ് ചെയ്യുന്ന ഒരു രീതി. ഓക്കെ, സോ ലേണിംഗ് സോഷ്യൽ ഇന്ററാക്ഷൻ, അതാണ് നെക്സ്റ്റ്. ആ ഒരു സറൗണ്ടിങ്സിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ട്രിഗർ അതല്ല ഏതെല്ലാം രീതിയിലാണെന്ന്, അത് ആരുടെയൊക്കെ ഒരു പ്രസൻസ്, ആർക്കൊക്കെ എന്തൊക്കെ റോളുണ്ട്. ലൈക്ക് സറൗണ്ട്, ചില കുട്ടികൾക്ക് അച്ഛനോട് ഭയങ്കര ഒരു അടുപ്പായിരിക്കും. സോ വാട്ട് എവർ ഹിസ് ഫാദർ ഡസ് അത് അവനെ സംബന്ധിച്ചൊരു മോഡലാണ്. ചിലർക്ക് അമ്മയായിരിക്കും. സോ അങ്ങനെ അല്ലെങ്കിൽ ടീച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ചേച്ചി, ചേട്ടൻ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കസിൻസ്, അങ്ങനെ ആരെങ്കിലും. അവന്റെ സറൗണ്ടിങ്സിലുള്ള ആളുകളിൽ നിന്നാണ് പലതും ട്രിഗർ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വായിച്ചു. ലേണിംഗ് സോഷ്യൽ ഇന്ററാക്ഷൻ. Social interaction. It is during the interaction with his classmates in the Montessori environment that a child comes across experience which helps him to develop emotional maturity. Through the activities in the specially prepared environment, children learn sociability, good manners, and how to be considerate and share. Yes. സോഷ്യൽ ഇന്ററാക്ഷൻ കുട്ടികളെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഔട്ട്സൈഡിൽ പോകുന്നത് സ്കൂളുകളിലേക്കായിരിക്കും. സ്കൂളിൽ പോയി തുടങ്ങിയ കുട്ടികൾ വല്ലപ്പോഴൊക്കെ ആയിരിക്കും അല്ലാതെ ഫങ്ഷൻസിനൊക്കെ പോകുന്നത്. ഏറ്റവും കൂടുതൽ അവർ സോഷ്യലി ഇന്ററാക്ട് ചെയ്യുന്നത് സ്കൂളിൽ വരുമ്പോഴാണ്. അവരുടെ കൂടെയുള്ള ബാക്കി കുട്ടികളുമായിട്ടാണ്, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു,
പല ആക്ടിവിറ്റീസുമായിട്ട് ഈ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് പല ആക്ടിവിറ്റീസിൽ നിന്നും അവര് ഇങ്ങനെ സോഷ്യബിൾ ആകുന്നത് ലേൺ ചെയ്യുന്നു, ഗുഡ് മാനേഴ്സ് ലേൺ ചെയ്യുന്നു, എങ്ങനെ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാം, ഷെയറിങ് പഠിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും. ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾ പല കാര്യങ്ങളും പഠിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സെൻസ് ഓഫ് മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി. Read. I will read, ma'am. Okay. Sense of mutual responsibility is also a needed part in this area. So children need to be allowed to help one another, which will help to develop the feeling of empathy in them. The vertical grouping, the system of putting children of ranging age groups in one class, allows the connection between younger children to older ones and vice versa. This gives the elder to help the youngsters and also to sense a role model to them. Yes, sense of mutual responsibility. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇവര് ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ വരുമ്പോൾ അവർക്ക് മ്യൂച്വൽ ലവ്, മ്യൂച്വൽ കൺസേൺ, മ്യൂച്വൽ സപ്പോർട്ട്, മോറൽ സപ്പോർട്ട് എല്ലാം അവരിൽ ഡെവലപ്പ് ആവുന്നവർ. അപ്പൊ ആ ഒരു മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി അത് ശരിക്കും ഒരു അഡൾട്ട് ആകുമ്പോൾ അത് ഒരു വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും അവർക്ക്. കുട്ടികള് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം, നീഡ് ടു ബി അലൗഡ് ടു ഹെൽപ്പ് വൺ അനദർ. ഇത് അവർക്കപ്പോ ഒരു എംപതി ഫീൽ ചെയ്യും, ലൈക്ക് ആ കുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് അതുപോലെ ചെയ്യും. ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ടില്ലേ, കൂടെ പഠിക്കുന്ന കുട്ടിക്ക് ക്യാൻസർ വന്ന് മുടി പോകുമ്പോൾ ആ ഫ്രണ്ടും അതുപോലെ മുടി ഷേവ് ചെയ്ത് വരുന്നതായിട്ട് അങ്ങനെയൊക്കെ അവർ അവന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുന്ന ആ ഒരു എംപതി. വെർട്ടിക്കൽ ഗ്രൂപ്പിംഗ്, അതായത് പല ഏജും കൂടെ ചേർന്നിട്ട് ഒരു ക്ലാസ്സിൽ ഏജ് ഇങ്ങനെ കുട്ടികളെ ഇരുത്തുന്നു. അപ്പൊ അവിടെ യങ്സ്റ്റേഴ്സും ഉണ്ടാവും, എൽഡേഴ്സും ഉണ്ടായിരിക്കും. ആ രീതിയിൽ അപ്പൊ യങ്ങർ ചിൽഡ്രനും ഉണ്ടാവും, ഓൾഡർ വൺസും ഉണ്ടായിരിക്കും. അപ്പൊ എൽഡർ വണ്ണ് യങ്സ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ചെറിയ കുട്ടികൾക്ക് മനസ്സിലാവും അവരുടെ ചേട്ടന്മാരെ അല്ലെങ്കിൽ ചേച്ചിമാരെ ഹെൽപ്പ് ചെയ്യുവാണല്ലോ. അപ്പൊ ലൈക്ക് ഇവരെക്കാളും ചെറിയ കുട്ടികൾ വരുമ്പോൾ ഇവര് തിരിച്ച് ആ ചെറിയ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു സെൻസ്, അവരെ മറ്റവരെ റോൾ മോഡൽ ആക്കിയിട്ട് അവരത് ചെയ്യും. ദാറ്റ് ഈസ് സെൻസ് ഓഫ് മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി. നെക്സ്റ്റ് വൺ, റോൾ ഓഫ് അഡൽട്ട്. അവരുടെ സറൗണ്ടിങ്സിൽ വരുന്നവരാണ് അഡൽട്ട്. അത് അമ്മയാകാം, അച്ഛനാകാം, ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ് ആകാം, സ്കൂളിലെ ടീച്ചർ ആകാം. യെസ് പ്ലീസ്. മാം ഞാൻ വായിക്കാം. ഓക്കെ. Role of adult. Children should be treated in a loving, caring way. Whenever children make mistakes, they should not be chided or treated severely unless they are disturbing or destructive. Adults should behave using the knowledge that children have the ability to feel love and be attracted to people who behave lovingly, but it will be destroyed if the adults are not careful. Yes. Okay. ഓക്കെ, സോ റോൾ ഓഫ് അഡൽട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ. കുട്ടികളെ ഒരു ലവിങ് കെയറിങ് വേയിൽ തന്നെ ട്രീറ്റ് ചെയ്യണം. ചിലര് കാണാറില്ലേ, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു പോകും. ആ ഞെട്ടല് കുറെ സമയത്തേക്ക് കുട്ടിയിലുണ്ടാവും. അതിങ്ങനെ ഞെട്ടിത്തരിച്ചു പോകും. അന്ന് ഉറക്കത്തിലും കുഞ്ഞുങ്ങളൊന്ന് ഞെട്ടുന്നുണ്ടാവും ഈ ഷൗട്ടിങ് കേട്ടിട്ട്. സോ എപ്പോഴൊക്കെ കുട്ടികളെ മിസ്റ്റേക്സ് ഉണ്ടാകുന്നു അവരെ ഷീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂ, വഴക്ക് പറയുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. അവരെ ഭയങ്കര സിവിയർ ആയിട്ട് അവരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യരുത്. അവരെ അങ്ങ് ഡൗൺ ആക്കുന്ന രീതിയിൽ അവരോട് ഷൗട്ട് ചെയ്യോ വഴക്ക് പറയോ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഒരു മിസ്റ്റേക്സ് ഉണ്ടാക്കുമ്പോൾ അത് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലും അവർക്ക് അവരങ്ങ് തകർന്നു പോകുന്ന ഒരു ബ്രോക്കൺ ആയി പോകുന്ന ഡിസ്ട്രക്റ്റീവ് ഒരു ബ്രോക്കൺ ആയി പോകുന്ന രീതിയിലായിരിക്കും. അഡൾട്ട്സ് അതിനനുസരിച്ച് മെച്യൂർ ആയിട്ട് തന്നെ ബിഹേവ് ചെയ്യണം. കാരണം കുട്ടികൾക്ക് ലവ്, അഫെക്ഷൻ അതെല്ലാം ഫീൽ ചെയ്യും. അവരോട് ലവിങ് ആയിട്ട് പെരുമാറുമ്പോൾ അവര് ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആവും. അങ്ങനെ ആവുമ്പോഴേക്കും അവർ പല കാര്യങ്ങളും ഷെയർ ചെയ്യാൻ അവർക്ക് മടി ഉണ്ടാവില്ല.
അവരെല്ലാം ഷെയർ ചെയ്യും, അവരോടൊരു കൺസേൺ കാണിക്കുമ്പോൾ. പക്ഷെ അഡൽട്ട് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്ട്രോയിഡ് ആയി പോകും. കുട്ടികൾക്ക് ആ ഒരു ഫീൽ, ലവ്, കമ്പാഷൻ അതൊന്നും ഫീൽ വരില്ല. അതിനനുസരിച്ച് അവരും ചിലപ്പോൾ ആളുകളോട് ചിലപ്പോൾ അങ്ങനെ ബിഹേവ് ചെയ്യാനുള്ള ചാൻസസ്. സോ മുതിർന്നവര് അക്കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറയാം. റോൾ ഓഫ് അഡൾട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടി കണക്റ്റഡ് ആവുന്ന അഡൾട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ തന്നെ കാണും. വീട്ടിൽ തന്നെ ഉണ്ടാവും പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സ്, അങ്ങനെ അങ്കിൾ, ആന്റി അങ്ങനെയൊക്കെ പറഞ്ഞു വരും. സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചേഴ്സ്, അവരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു അഡൾട്ട്സിന്റെ വലിയൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാവും. സോ ദേ ഷുഡ് നോട്ട് ട്രീറ്റ്, സിവിയർ ആയിട്ട് ട്രീറ്റ് ചെയ്ത് കുട്ടിയെ അങ്ങോട്ട് തളർത്തരുത്. ആ ഒരു ലവിങ്, കെയറിങ് ഒരു അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യണം. സോ കുട്ടികൾ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആകും. ഒരു വാട്സാപ്പ് ആരുടെ സ്റ്റാറ്റസിലെ വീഡിയോ കണ്ടതാണേ. മോള് ഒരു കുഞ്ഞ് മേ ബി ഒരു 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുന്നതായിരിക്കും. യൂണിഫോം ഒക്കെ ഇട്ടിട്ട് സ്കൂളിൽ പോകാനായിട്ട് റെഡി ആവുക. അപ്പൊ സോക്സ് എടുത്ത് കുട്ടി ഇടാനായിട്ട് പോകുമ്പോൾ ഇവർക്ക് ചില സമയത്ത് കുട്ടികൾക്ക് അവർക്ക് അറിയാമെങ്കിലും അമ്മയൊന്ന് സോക്സ് ഇട്ട് തന്നെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പം കുട്ടി വളരെ സോഫ്റ്റ് ആയിട്ട് അമ്മേന്ന് വിളിക്കുവാണ്. അപ്പൊ അമ്മ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് അതിന് റിപ്ലൈ ചെയ്യുക. മോള് വിളിച്ച അതേ വോയിസ് മോഡുലേഷൻ, അതേ ടോണിലല്ല അമ്മ റെസ്പോണ്ട് ചെയ്തത്. എന്ന് പറഞ്ഞിട്ട് എന്തോ പറയുമ്പോഴേക്കും കൊച്ചു പിന്നെ ഒന്നും പറയില്ല, തന്നെ വേഗം സോക്സ് ഒക്കെ ഇട്ട്, ഷൂ ഒക്കെ ഇട്ട്. അപ്പൊ അതിന്റെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ കാണണം. വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതായിരിക്കാം, ബട്ട് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് മോറൽ വാല്യൂസ്. ഇതുപോലെ കുട്ടികൾ നമ്മളോട് എന്തെങ്കിലും പറയാൻ വരുമ്പോ എന്താ അങ്ങനെ നമ്മളൊരു വല്ലാത്ത ടോണിൽ ചോദിക്കുമ്പോഴേക്കും അവര് പറയാൻ വന്ന കാര്യം അവിടെ പകുതിക്ക് വെച്ചിട്ട് അവർ തിരിച്ചു. യെസ് പ്ലീസ്. ഡെവലപ്മെന്റ് ഓഫ് മോറൽ വാല്യൂസ്. Development of moral values. For the development of moral sense to take place, good and evil must be apparently differentiated in the environment. Adults should help by exaction in the understanding of what is good and setting clear limits against detrimental or unsociable behaviors. ഡെവലപ്മെന്റ് ഓഫ് മോറൽ വാല്യൂസ് പലപ്പോഴും നമ്മുടെ ഒരു ബിലീഫ്, ട്രഡീഷൻ, അതിലൂടെയൊക്കെ കുട്ടികൾക്ക് മോറൽ വാല്യൂസ് കിട്ടാറുണ്ട്. ചില സ്കൂളുകളിൽ അതിന്റെ സിലബസിനല്ലാത്ത രീതിയിൽ മോറൽ വാല്യൂസ് എന്താ പറയാ ബുക്കുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ അവർക്കൊരു മോറൽ സെൻസ് ഡെവലപ്പ് ചെയ്യാം. ഗുഡ് ആൻഡ് ഈവിൾ, അതുപോലെ ഗുഡ് ആൻഡ് ബാഡ്, അങ്ങനെയുള്ളത് അവർക്ക് മനസ്സിലാകാനായിട്ട്, വേർതിരിച്ച് മനസ്സിലാക്കാനായിട്ട്, അവര് കണക്റ്റഡ് ആവുന്ന എൻവയോൺമെന്റ് വേർതിരിച്ച് മനസ്സിലാക്കാനായിട്ട് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് അഡൽട്സ് ആണ്. പലപ്പോഴും ആ ഒരു എക്സാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഒരു അതോറിറ്റി അത് അഡൽട്സ് ആണ്. അവരാണ് ഇതിന്റെ ഒരു അതോറിറ്റി. കുട്ടിക്ക് എന്താണ് നല്ലത്, എന്താണ് കുട്ടിയുടെ ഒരു ക്ലിയർ ആയിട്ടുള്ള ലിമിറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അൺസോഷ്യബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സ്, ഒരു നമ്മുടെ ഒരു സിസ്റ്റത്തിന് ചേരാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ മനസ്സിലാക്കി കൊടുക്കാനും അതിന്റെ ലിമിറ്റ്സ് സെറ്റ് ചെയ്യാനും എല്ലാം ഈ അഡൽട്സ് ആണ് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ. കുട്ടികൾക്ക് അറിയില്ലല്ലോ, ചെറിയ കുട്ടികൾക്ക് അവർക്ക് അറിയില്ല എന്താണ് ശരി, എന്താണ് ഇതെന്നുള്ളത്. നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു പരിചയമില്ലാത്തവരെ എന്തെങ്കിലും തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിക്കരുത്. സോ അവന്റെ മനസ്സിലുണ്ടായിരിക്കും പരിചയമില്ലാത്തവർ എന്തെങ്കിലും തന്നു കഴിഞ്ഞു കഴിഞ്ഞാല് കഴിക്കരുത് എന്നുള്ള രീതിയിലൊരു കാര്യം അത് മനസ്സിൽ കാണും. സോ അങ്ങനെയുള്ള ഒരു ക്ലിയർ ലിമിറ്റ്സ് അത് സെറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ എന്താ പറയാ നല്ല രീതിയുമായിട്ട് ചേർന്ന് പോകാത്ത രീതിയിലുള്ള അൺസോഷ്യബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ലൈക്ക് അതെല്ലാം അഡൽട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പുറത്തിങ്ങനെ വല്ലാതെ തുപ്പുന്നത്, അങ്ങനെയുള്ള ചില ഹാബിറ്റ്സ് ഉണ്ടല്ലോ, ശരിയല്ലാത്ത ഹാബിറ്റ്സ്, അതെല്ലാം കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അവിടെയും അഡൽട്സിന് തന്നെയാണ് റോള്. മറിയ മോണ്ടിസോറി ഡെവലപ്മെന്റ് സ്റ്റേജസ്, ഇവരുടെ ഗ്രോത്ത് ഡെവലപ്മെന്റ് സ്റ്റേജസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മെയിൻലി 2 സ്റ്റേജസ് എന്ന രീതിയിലാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അത് 4 പീരിയഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ചൈൽഡ്ഹുഡ്, അഡൾട്ട്ഹുഡ്, ഇതാണ് അവര് മെയിനിലായിട്ട് 2 സ്റ്റേജസ് പറയുന്നത്. ചൈൽഡ്ഹുഡും ഉണ്ട്, അഡൾട്ട്ഹുഡ് ഉണ്ട്. അതിനെ 4 ഒരു ഫേസിൽ അവര് ഏജ് അനുസരിച്ച്, ഏജ് സ്പാൻ അനുസരിച്ച് അവർ പറയുന്നുണ്ട്. നമ്മൾ ആ ചൈൽഡ് ഡെവലപ്മെന്റില് ജീൻ പിയാഗറ്റ് ഒക്കെ പറഞ്ഞ കുട്ടികളുടെ ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജസ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ,
സോ നെക്സ്റ്റ് മരിയ മോണ്ടിസോറി ആ ഒരു ഇതിനെ ഡെവലപ്മെന്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്. അത് തന്നെ 4 ഫേസസിൽ 4 പീരിയഡ്സിൽ അവർ ഡിവൈഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് വിൽ റീഡ്. Yes, ma'am, I'll read. According to Montessori, development takes place in stages. There are mainly 2 stages, namely childhood and adulthood. She divided these into 4 periods, which she called as formative planes. They are 0 to 6 first period, 6 to 12 second period, 12 to 18 third period, 18 to 24 fourth period. Yes. 24 ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ആകുന്നതാണ് ആ 23 ഇയേഴ്സ് പൂർത്തിയാകുന്നത്. ആ സമയത്താണ് ഒരു നല്ലൊരു മെച്യൂർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ. അങ്ങനെ നമ്മൾ ഇരുത്തം വന്നു എന്നൊക്കെ പറയില്ലേ ചില കുട്ടികളെ. സോ ആ 24 ഇയേഴ്സ് ആകുമ്പോൾ ബ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു. ഓക്കെ, ആ സമയത്ത് എടുക്കുന്ന ഡിസിഷൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ തുടങ്ങാനുള്ള നല്ലൊരു പ്രായം അതാണ്. ബട്ട് എന്നാലും ടീനേജ് എത്തുമ്പോൾ ആ ഒരു ഫീല് എല്ലാവരിലും വരും. ബട്ട് there should be know that അവരെ മനസ്സിലാക്കണം. കാരണം ആ ഒരു സമയത്ത് അഡൾട്ട് ആയിട്ടുള്ള പാരന്റ്സ് ആണെങ്കിലും ടീച്ചേഴ്സിന്റെ റോള് നല്ലതാണ്. നമ്മളോട് വന്ന് പറയാനായിട്ട് അവർക്ക് തോന്നണം, എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് ഒരാളോട്, എനിക്ക് ഇഷ്ടമാണ്. സോ നമുക്ക് അവരെ ഗൈഡ് ചെയ്യാം. ബട്ട് അതൊരു സിന്നാണെന്നുള്ള രീതിയിൽ ഒരിക്കലും ടീനേജ് ആയിട്ടുള്ള കുട്ടികളോട് സംസാരിക്കരുത്. എന്തൊരു പാപം ചെയ്യുന്ന പോലെ ആ ഒരു ഫീല് വരണം. ടീനേജിൽ ആ ഒരു ഫീല് തോന്നണം, നമുക്കൊരു ഇഷ്ടം. ഈവൻ ദോ ചിലപ്പോ നമുക്ക് അറിയില്ലാത്ത ഒരു ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അങ്ങനെയായിരിക്കും ചിലപ്പോൾ തോന്നുന്നത്. ചിലപ്പോ ഒരു ഫിലിം സ്റ്റാർസിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലെയേഴ്സിനോടൊക്കെ ആയിരിക്കും തോന്നുന്നത്. ദാറ്റ് മീൻസ് ദർ ഈസ് നോ, അതൊരു ആക്സിഡന്റ് ആവാൻ ചാൻസ് ഇല്ല. ലൈക്ക് അങ്ങനെ ആ ഒരു അവരുടെ ആ തിങ്കിങ് ലെവൽ, ആ ഇമോഷണൽ ലെവല് നമുക്കൊന്ന് മാനേജ് ചെയ്യാനും നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അഡൾട്ടിന്റെ റോൾ ആ ഒരു ഏജിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 0 to 6ഉം 6 to 12ഉം മോണ്ടിസോറി ചൈൽഡ്ഹുഡ് എന്നുള്ള ഫസ്റ്റ് സ്റ്റേജിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഒരു 2 സ്റ്റേജ് ആയിട്ടാണല്ലോ പറഞ്ഞത്. പിന്നെ ടീനേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 12 to 18ഉം 18 to 24ഉം അഡൾട്ട് ആയിട്ട് പോകുന്ന വരെയുള്ളത് അഡൾട്ട്ഹുഡ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ ഈ സമയത്ത് കുട്ടിയുമായിട്ട് കണക്റ്റഡ് ആവുന്ന എല്ലാവരും 0 to 3 years എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് പല ഫിസിക്കൽ ഡെവലപ്മെന്റുകൾ കുറെ നടക്കുവാണ്. മെന്റൽ ഡെവലപ്മെന്റ് പതിയെ ആവുന്നേ ഉള്ളൂ. ആഫ്റ്റർ 3 years എന്ന് പറയുമ്പോൾ അവരുടെ ബുദ്ധി നല്ലപോലെ ഡെവലപ്പ് ആകുന്ന ഒരു പ്രായമാണ്. സോ എവറി ടൈം അഡൽട്സിന്റെ റോള്, അത് അമ്മയാകാം, കെയർ ഗിവേഴ്സ് ആകാം, ടീച്ചേഴ്സ് ആകാം, അങ്ങനെ അവർക്കെല്ലാം വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആൻഡ് ഫ്രണ്ട്സ് ഓൾസോ, പിയർ ഗ്രൂപ്പ് ഭയങ്കര ഇതാണ്. എന്റെ ഒരു ഫ്രണ്ടിന്റെ മോൻ നല്ല പോലെ പഠിക്കുന്ന കുട്ടിയാണ്, +1 ആണ് ഇപ്പൊ. എപ്പോ 95% ആണ് എല്ലാ ടേം എക്സാമിനൊക്കെ മാർക്ക് കിട്ടുന്നത്. 10th വരെ പാരന്റ്സിന്റെ കൂടെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് +1 ആയപ്പം കുട്ടിയുടെ തന്നെ താല്പര്യപ്രകാരം എന്റെ മോള് പോയത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക. +1 ഫസ്റ്റ് ടൈമില് നല്ല 97% മാർക്ക് ഉണ്ടായിരുന്നു. സെക്കൻഡ് ടൈം ആയപ്പോഴേക്കും ഭയങ്കര കുറവ് മാർക്ക്, ഒരു 75% പെട്ടെന്നൊരു ഗ്രാജുവലി ഒരു ഡിക്രീസ്. അപ്പൊ പാരന്റ്സ് ഭയങ്കര ടെൻസ്ഡായി. പഠിക്കുന്ന കാര്യത്തെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി ഫോൺ കട്ട് ചെയ്യും. ഫോണിലൂടെ മാത്രമല്ലേ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവരെ പാരന്റ്സ് ആണെങ്കിൽ കേരളത്തിലും അല്ല, കുട്ടി പഠിക്കുന്നത് കേരളത്തിലും. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിലൂടെ അവരിങ്ങനെ കടന്നു പോകുന്നതിന് ഷെയർ ചെയ്യുമായിരുന്നു. അപ്പൊ ഹോസ്റ്റൽ ഫീ കാര്യങ്ങളെല്ലാം ഈ പാരന്റ്സ് തന്നെ അടയ്ക്കും. ഹോസ്റ്റലിന്റെ മെസ്സുണ്ട്, അത്യാവശ്യം നല്ല ഫുഡുമാണ്. പിന്നെ ഇത് എവറി വീക്ക് ഹീസ് ടേക്കിംഗ് 1000 rupees ഫ്രം ഹിസ് മദർ. എല്ലാ ആഴ്ചയും 1000 രൂപയാണ് അമ്മയുടെ വാങ്ങുന്നത്. സോ അപ്പൊ അമ്മ എങ്ങനെ ചോദിച്ചു, നീ 1000 രൂപ ആഴ്ചയിൽ വാങ്ങിച്ചിട്ട് എന്താ ചെയ്യണേന്ന് ചോദിച്ചപ്പോഴാണ് ഭയങ്കര അമ്മക്കുട്ടിയായിരുന്നു. അപ്പം പഠിക്കുന്ന കാര്യങ്ങൾ അമ്മ ചോദിക്കുമ്പോഴേക്കും ഫോൺ അങ്ങ് കട്ട് ചെയ്യും. അങ്ങനെ 1000 രൂപ ചോദിക്കുമ്പോൾ അവൻ ഭയങ്കരമായിട്ട് ചൂടായി. അവൻ പറഞ്ഞു, എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ അക്കൗണ്ടിൽ ലാക്സ് ആണ്, എന്നിട്ടാണോ നിങ്ങൾ ഈ 1000ന്റെ കണക്ക് പറയുന്നത്? അവരങ്ങ് പാരന്റ്സ് വല്ലാതെ അങ്ങ് ബ്രോക്കൺ ആയിപ്പോയി. കുട്ടിയുടെ പെട്ടെന്നുള്ളൊരു ഡീവിയേഷൻ. എന്തുകൊണ്ട് പീർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ആയിരിക്കാം എന്ന് അവരിങ്ങനെ പറയണു. അപ്പം അവരിങ്ങനെ ഇനി വെക്കേഷനിൽ കാണുമ്പോൾ കറക്റ്റ് അവനെ ഒന്ന് മനസ്സിലാക്കാം എന്താണ് അവന്റെ പ്രോബ്ലം കാര്യങ്ങളൊക്കെ. എന്തിനാ പഠിക്കുന്നതെന്നാ കുട്ടി ചോദിക്കുന്നത്. പഠിച്ച് ഞാൻ കഷ്ടപ്പെട്ട് മാർക്ക് വാങ്ങിച്ച ആരുടെയെങ്കിലും കീഴിലല്ലേ ജോലി ചെയ്യേണ്ടത്?
എന്തിനാ ഇവരുടെ മുമ്പിൽ കാണുന്ന എക്സാമ്പിൾസ് അത് ലിമിറ്റഡ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പരീക്ഷയ്ക്ക് തോറ്റുപോയി പിന്നീട് ഭയങ്കര ബിസിനസ്സുകാരായ എന്റർപ്രണറെയൊക്കെ കണ്ട് അങ്ങനെ മോട്ടിവേറ്റഡ് ആകുന്ന ഒരു ജനറേഷൻ, അവരുടെ ഫീൽ അതാണ്. ലൈക്ക് എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നേ, അവരെ പോലെ. അത് വൺസ് ഇൻ എ വൈലൊക്കെ സംഭവിക്കുന്നതാ. ബാക്കി ഏതൊരു ഫീൽഡ് എടുത്താലും അവിടെ അക്കാദമിക് ബ്രില്യൻസ് ഉണ്ട്. അത് കുട്ടികളെ തിരിച്ചറിയുന്നില്ല. ഓക്കെ, സോ ചൈൽഡ്ഹുഡ്, അഡൽട്ട്ഹുഡ് ഇവിടം വരെ, അബ്സോർബൻ മൈൻഡ് വരെ ആരെങ്കിലും ഒന്ന് വായിച്ചോളൂ. Montessori explain. Caregivers and teachers need to understand the period of development in order to aid the child or the young adult and to allow each child or young adult to maximize his own potential. Montessori explained this period with some particular points. There is a particular goal in development. For example, in the first period, the particular goal of the child is to follow inner urge and create himself, that is, his personality. There is a readily identified direction being followed to reach that goal. There is specific awareness given to human in each period. The child has special artistry to help him develop himself. They help with child development. She identifies them as the sensitive period and the absorbent mind. ഓക്കെ, അപ്പം പറഞ്ഞു അഡൾട്ട്ഹുഡും അതുപോലെ തന്നെ ചൈൽഡ്ഹുഡും, കെയർ ഗീവേഴ്സും അതുപോലെ തന്നെ ടീച്ചേഴ്സും നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഈ ഒരു പീരീഡിലെ ഡെവലപ്മെന്റ്. അതിന് കുട്ടിയെ എങ്ങനെ ഗൈഡ് ചെയ്യണം, അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് എങ്ങനെ കൊടുക്കണം, ആ കാര്യങ്ങൾ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. പലപ്പോഴും പാരന്റ്സ് ഈവൻ ദോ എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ പോലും ചില അമ്മമാരെ നല്ല രീതിയിലാണ് ഡീൽ ചെയ്യുന്നത്. അല്ലെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, ഒരു കുട്ടിയെ എങ്ങനെ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടപ്പോ തന്നെ മനസ്സിലാവും ഭയങ്കര ടയേർഡാണ്, വിശന്നിരിക്കുവാന്ന് തോന്നുന്നു. ക്ലാസ്സിലായിരുന്നു, അവന്റെ അമ്മ ഇങ്ങനെ വീടുകളിൽ ജോലിക്ക് പോകുന്നതാ. ചോദിച്ചതിന് ശേഷം കേട്ടോ മനസ്സിലായത്. എനിക്ക് അറിയുന്ന കുട്ടിയൊന്നും ആയിരുന്നില്ല. പിന്നെ ഭയങ്കരമായിട്ട് ടയേർഡായിരിക്കുന്നത് കണ്ടപ്പോഴേക്കും എനിക്ക് ബസ് വരാൻ സമയമുണ്ട്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, ഭക്ഷണം കഴിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, ഇല്ല കഴിച്ചില്ല എന്ന് പറഞ്ഞു. വിശക്കുന്നുണ്ടോ? സ്കൂളിൽ പോകുമായിരുന്നെങ്കിൽ അവന് നോൺ മീൽസ് കിട്ടിയാണ്. 7th കുട്ടിയാണ്. വിശക്കുന്നുണ്ടോന്ന് ചോദിച്ചപ്പോ ഉണ്ട് പറഞ്ഞു. ഞാൻ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞത്, എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞ വാക്കുകൾ അവന് അത്രയും വാല്യൂ ആണ്. അവന്റെ ആ മോറൽ സൈഡിൽ കൊടുത്തൊരു വാല്യൂ ആണ്. ഭയങ്കര ഒരു റെസ്പെക്ട് തോന്നി ആ കുട്ടിയോട്. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞു. അവനും എന്തോ വിശ്വാസം തോന്നി, അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് കൂടെ വന്നു. അപ്പൊ അതാണ് അമ്മ അധികം എഡ്യൂക്കേറ്റഡ് അല്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോ എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ പോലും ഷീ ഈസ് പ്രൊവൈഡിങ് ദാറ്റ് മച്ച് നോളജ്. അതെന്ന് പറയുന്ന അവർക്ക് എക്സ്പീരിയൻസ്, പലതിൽ നിന്നുള്ള അറിവുകള് കുട്ടിയിലേക്ക് അവർ പകർന്നു കൊടുക്കുന്നുണ്ട്. ആ വാല്യൂസ്, അമ്മയിൽ നിന്ന് കിട്ടുന്ന ആ മോറൽ വാല്യൂസ് അവൻ അവന്റെ ലൈഫിൽ അങ്ങോട്ട് 7th ആയിട്ടുള്ളൂ നല്ലപോലെ അവന് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം കെയർ ഗീവേഴ്സിന്റെയും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും ഈ ഒരു പീരിയഡ് ഓഫ് ഡെവലപ്മെന്റിൽ അവരുടെ റോൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അവന്റെ പൊട്ടൻഷ്യൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ചില പോയിന്റ്സ് ഒക്കെ മോണ്ടിസോറി പറയുന്നുണ്ട്. ഫസ്റ്റ് പീരീഡ് നമ്മളിവിടെ എന്താ പറയാ, മോണ്ടിസോറി ഡിവൈഡ് ചെയ്തേക്കുന്ന ഏത് ഏജ് സ്പാനാ? 0 to 6 അല്ലേ ഫസ്റ്റ് സ്റ്റേജ്. അതായത് ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ വരുന്ന ഫസ്റ്റ് പീരീഡ് 0 to 6. ഫസ്റ്റ് പീരീഡില് എന്ന് പറഞ്ഞ ഒരു കോൺസെൻട്രേഷൻ ലെവലൊക്കെ കൂടി വരുന്നു. കുട്ടികൾക്ക് അവരുടെ ഇൻസൈറ്റ്, ഇന്നർ ആർജസ്, അത് അവന്റെ പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ആർജ്, ത്വരാന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ, അത് അവന്റെ ആ ഒരു എക്സൈറ്റ്മെന്റ്, അങ്ങനെ അതിലേക്ക് പോകുന്നതാണ്. ആ സമയത്ത് ഒരു ഗോൾ എന്ന് പറയുന്നത് അതാണ്. ഇൻഡിപെൻഡന്റ് ആകാൻ തുടങ്ങുന്നു. സോ ദാറ്റ് മീൻസ് ഹിസ് പേഴ്സണാലിറ്റി ഈസ് ഡെവലപ്പിംഗ്. അങ്ങനെ ആ ഒരു ഗോളിലേക്ക് പോകാനായിട്ട് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു പാത്ത്, ഒരു ഡയറക്ഷൻ,
അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്ത് നമ്മളത് അതിലേക്ക് പോകാനായിട്ട് ഈ കുട്ടിയെ ഹെൽപ്പ് ചെയ്യണം. അഡൽട്സ് ഓരോ പീരീഡിലും ഓരോ അവയർനെസ്. നമുക്കറിയാലോ, ഇങ്ങനെ ചെറിയ പ്രായത്തിൽ നമ്മൾ ചിലപ്പോൾ വല്ലാതെയൊക്കെ സംസാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് നമ്മളൊരു ഏജ് അങ്ങ് എത്തുമ്പോഴേക്കും നമുക്കറിയാം എന്ത്, എവിടെ, എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് മനസ്സിലാകും. അങ്ങനെ ആ രീതിയിൽ ഡെവലപ്ഡ് ആവുകയാണ്. അപ്പൊ അങ്ങനെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള അവയർനെസ് ഹ്യൂമണിന് കൊടുത്തിട്ടുണ്ട്. അതും കുട്ടികളുടെ കാര്യത്തിൽ അത് ആ ഒരു ഡെവലപ്മെന്റ് അത് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ മോണ്ടിസോറി പറയുന്നത് സെൻസിറ്റീവ് പീരീഡ്സും അബ്സോർബൻ മൈൻഡുമാണ് കുട്ടികൾക്കുള്ളത്. അവരിങ്ങനെ ഓരോ പീരീഡിനനുസരിച്ച് നല്ലപോലെ ഒഴുകി 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 ആ ഒരു ഡെവലപ്മെന്റിലേക്ക് പോകുന്നു. കാര്യങ്ങൾ അവർ ഉൾക്കൊള്ളും. ഈ 4 പീരീഡ്സ് പറഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്ത് താഴെ വരുന്നുണ്ട്. അത് കുട്ടിയുടെ ഡെവലപ്മെന്റിന് പല രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നു. ചില കാര്യങ്ങൾ, ചില എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇന്റേണൽ ഫാക്ടേഴ്സും ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് സക്സസ്ഫുൾ കംപ്ലീഷൻ എല്ലാത്തിനെയും ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഓരോ പീരീഡ് ആയിട്ട് ഫസ്റ്റ് പീരീഡ് 0 to 6 years. Who will read? I will read, ma'am. Okay. First period. First period, 0 to 6 years, is marked by fast and intense changes in the overall development of the child, physically, cognitively, socially, and emotionally. During this period, the child's main purpose is to create himself. During this period, children make use of special sensitivities to help themselves in their development of personality. Their development takes place as the predetermined psychic patterns unfold with the help of an absorbent mind and sensitive period of free interaction with their ambience. Using these periods of development, Montessori was able to examine the natural laws at work in children. She watched the law of work, law of independence, power of attention, development of will, development of intelligence, development of imagination and creativity, development of emotional and spiritual life, and stages of growth. സോ ഫസ്റ്റ് പീരീഡ് 0 to 6 ചൈൽഡ്ഹുഡിലെയാണ് ഈ ഫസ്റ്റ് പീരീഡ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് കുറേ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഓവറോൾ ഡെവലപ്മെന്റ്, കുട്ടിയുടെ ഡെവലപ്മെന്റ് വരും. അത് ഫിസിക്കലി ഉണ്ടാകും, അവരുടെ ബുദ്ധിയുമായിട്ട് റിലേറ്റഡ് കോഗ്നിറ്റീവ്ലി ഉണ്ടാകും, സോഷ്യലി അവര് പുറത്തുള്ള ആളുകളോട്, പുറത്തെ കാര്യങ്ങളോട് കണക്ട് ചെയ്തതുണ്ടാകും, പിന്നെ അവരുടെ ഇമോഷണലി അവരുടെ ചേഞ്ചസ് ഉണ്ടാകും. കുട്ടികളുടെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽഫ് കൺസ്ട്രക്ഷൻ ആണ്. അവർ തന്നെത്താനെ കാര്യങ്ങൾ പലതും ചെയ്യാനായിട്ട്. കുട്ടികൾ പലപ്പോഴും സെൻസിറ്റീവ് ആണ് ടു ഹെൽപ്പ് ദംസെൽസ്. അവരുടെ പല കാര്യങ്ങൾ ചെയ്യാനും അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ കാര്യങ്ങൾ, തന്നെത്താനെ ഡ്രസ് ചെയ്യുന്നു, തന്നെ കുളിക്കുന്നു, ഭക്ഷണം തന്നെ കഴിക്കുന്നു, അങ്ങനെ അവരുടെ ആ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നടക്കും. ഇൻഡിവിജ്വാലിറ്റി അവരുടെ ഉണ്ടാവും. ശരിക്കും പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രീ ഡിറ്റർമിൻഡ് സൈക്കിക് പാറ്റേണിലാണ് കുട്ടികളിലെ വളർച്ച അല്ലെങ്കിൽ ഡെവലപ്മെന്റ്. ഫിസിക്കൽ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും നമുക്കറിയാം, ദൃഷ്ടി ഉറയ്ക്കുന്നു, കമിഴ്ന്ന് വീഴുന്നു, എഴയുന്നു, അങ്ങനെയൊക്കെ പറയാം. അപ്പൊ എല്ലാത്തിനും അതിപ്പോ മെന്റൽ ഡെവലപ്മെന്റ് ആണ്. ഇത് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് നേരത്തെ ഇങ്ങനെ ഇന്ന പ്രായത്തിൽ ഇന്ന കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. ശരിക്കും കുട്ടിക്കൊരു അബ്സോർബൻ മൈൻഡും സെൻസിറ്റീവ് പീരീഡുമാണ്. അത് അവന് ചുറ്റുമുള്ള ആംബിയൻസ്, ആ ചുറ്റുപാടിന്റെ പ്രത്യേകത, ആ ഒരു എൻവയോൺമെന്റിന്റെ ഇതുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട്, ഫ്രീ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ആ സമയത്ത് പറ്റും. മോണ്ടിസോറി പറയുന്നത് ഇങ്ങനെയുള്ള സൈക്കിക് പാറ്റേൺസ് അത് അവരെ ഡെവലപ്പ് ആകുമ്പോഴേക്കും ഇതൊന്നും അറസ്റ്റ് ചെയ്യുന്ന, അതൊക്കെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒന്നും ചെയ്യരുത്. ഈ ഒരു പീരീഡിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് ആ ഒരു പാറ്റേണിൽ തന്നെ നല്ല രീതിയിൽ തന്നെ കുട്ടികളിൽ പോകണം. നമ്മൾ പറഞ്ഞല്ലോ, ലോ ഓഫ് വർക്ക്, ലോ ഓഫ് ഇൻഡിപെൻഡൻസ്, അവരുടെ അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, അവർ സെൽഫായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നത്, ഡെവലപ്മെന്റ് ഓഫ് വിൽ, അവരുടെ ഇന്റലിജൻസ് ഡെവലപ്പ് ആകുന്നത്,
അവരുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും എല്ലാം ഡെവലപ്പ് ആകുന്നത്. പിന്നെ അവരുടെ ഇമോഷണൽ, അവരുടെ തോട്ട്സ്, അവരുടെ തിങ്കിങ് പ്രോസസ്, അവരുടെ പെർസ്പെക്റ്റീവ്, പിന്നെ സ്പിരിച്വൽ ലൈഫ്, പല മോറൽ വാല്യൂസ് അവർക്ക് കിട്ടുന്നത്. അങ്ങനെ പലതും അവരുടെ ഗ്രോത്തിന്റെ സ്റ്റേജസിൽ പല കാര്യങ്ങളും ഈ ഒരു സ്റ്റേജസിൽ കാണാനായിട്ട് പറ്റും. അത് കണ്ടോ അതിന്റെ ഒബ്സർവേഷനിലാണ് മോണ്ടിസോറി ആ ഒരു ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് ചൈൽഡ്ഹുഡിലെ തന്നെ സെക്കൻഡ് പീരീഡ് 6 to 12 years. ഞാൻ വായിക്കാം. Yes. Second period, 6 to 12 years. In the second period, Montessori examined change in direction of development and children's focus. Children's focus changes from ones of self-creation to the development as social beings. At this stage, children have new powers. In the earlier period, the absorbent mind and the sensitive period help a child in his development. However, in the second period, these are replaced by what Montessori referred to as his psychological characteristics. Changes in the second period are as follows. Okay, നോക്കാം കഴിയുമെന്നറിയില്ലല്ലോ. അപ്പോ 6 to 12 years ആ ഒരു ടൈം ഭയങ്കര ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു ടൈമാണ്. കുട്ടികളുടെ ഡെവലപ്മെന്റ് അത് ഫോക്കസ് ചെയ്യുവാണ്. അവരുടെ ഫോക്കസ്, അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ ഡെവലപ്മെന്റ്, സോഷ്യലി പുറമേ ഉള്ളതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഡെവലപ്മെന്റ്, അങ്ങനെ എല്ലാ സ്റ്റേജിലും കൂടുതൽ ഡെവലപ്മെന്റ് കാണുവാണ്. കാരണം 6 years എന്നൊക്കെ പറയുമ്പോൾ അവർ നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു സമയം. അവർക്ക് പുതിയ പുതിയ പവേഴ്സ്, അവരുടെ പൊട്ടൻഷ്യൽ ലെവൽ, എനർജി ലെവലൊക്കെ നല്ല ഹൈ ആകുവാണ്. ഏർലിയർ പീരീഡ്, അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഫസ്റ്റ് പീരീഡില് അബ്സോർബൻ മൈൻഡ് ആൻഡ് സെൻസിറ്റീവ് പീരീഡ്, അതായത് ആ സമയത്ത് അവർ കാണുന്നതെല്ലാം ഉൾക്കൊള്ളുന്നു, അത് മെമ്മറിയിൽ രജിസ്റ്റർ ആകുന്നു, അവരെന്ത് കാര്യങ്ങളും പെട്ടെന്ന് തന്നെ അതിനോട് സെൻസിറ്റീവ് ആകുന്നു, അവരുടെ ഡെവലപ്മെന്റിന് സഹായിച്ചു. സെക്കൻഡ് പീരീഡ് വന്നപ്പോൾ ഇതെല്ലാം റീപ്ലേസ് ചെയ്യുവാണ്, പല സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട് റീപ്ലേസ് ചെയ്യുന്നു. അതാണ് നെക്സ്റ്റ് പറയുന്നത്. ഫിസിക്കൽ ചേഞ്ചസ്, ദെൻ കംസ് മെന്റൽ ചേഞ്ചസ്. ഈ രണ്ട് കാര്യങ്ങള്, പിന്നെ ക്യൂരിയസ് മൈൻഡ്സ്, അതായത് വൈ ക്വസ്റ്റ്യൻസ്, അതിന് മുമ്പേ അവർ ചോദിക്കും, പക്ഷെ പല കാര്യങ്ങളും അവർക്ക് ഭയങ്കര ഡൗട്ട്സ്, അതെന്താ അങ്ങനെ, ഇങ്ങനെ ആയാൽ അത് ശരിയാവുമായിരുന്നു, അങ്ങനെ രീതിയിൽ അവരുടെ ക്യൂരിയസ് ആവും, അവർ ഭയങ്കര ക്യൂരിയോസിറ്റി കൂടുന്നു കുട്ടികളുടെ. പിന്നെ മോറൽ സെൻസ്, ലൈക്ക് മോറൽ വാല്യൂസ്, സോഷ്യൽ ചേഞ്ച്, ഇൻഡിപെൻഡന്റ് ആകുവാണല്ലോ, അപ്പൊ പല കാര്യങ്ങളും. അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അതെല്ലാം ഒരുമിച്ച് പറയുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമ്മള് രണ്ട് സ്റ്റേജസ് ആയിട്ട് പറയാം. മോണ്ടിസോറി ഡിവൈഡ് ചെയ്തു, ചൈൽഡ്ഹുഡും അഡൾട്ട്ഹുഡും. ചൈൽഡ്ഹുഡിൽ തന്നെ 2 periods ഉണ്ട്, 0 to 6 വരുന്നതും 6 to 12 വരുന്നതും. അഡൾട്ട്ഹുഡും അതുപോലെ തന്നെ 2 period ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 12 to 18 ഉം 18 to 24 എന്നുള്ള രീതിയിൽ അഡൾട്ട്ഹുഡിനെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 24 years ആവുമ്പോഴേക്കും ഇതിന്റെ ബ്രെയിൻ ലെഫ്റ്റും റൈറ്റും ഫുള്ളി ഡെവലപ്ഡ് ആയിട്ട് കുട്ടിക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും അതിന്റെ ബാലൻസും എല്ലാ കാര്യങ്ങളും ഒരു കറക്റ്റ് ഒരു പാറ്റേണിലാകുന്ന ഒരു സമയമാണ് ആഫ്റ്റർ 23 years, അതായത് 24 years ആവുമ്പോൾ. ശരിക്കും നമ്മൾ എഡ്യൂക്കേഷൻ നോക്കുവാണെങ്കിൽ ഒരു കുട്ടി KG കഴിഞ്ഞ്, LP സെഷൻ കഴിഞ്ഞ്, UP സെഷൻ കഴിഞ്ഞ്, ഹൈസ്കൂൾ കഴിഞ്ഞ്, ഹയർ സെക്കൻഡറി കഴിഞ്ഞ്, പിന്നെ ഡിഗ്രി പഠിക്കുന്നുണ്ടെങ്കിൽ ഡിഗ്രിയും കഴിഞ്ഞ് PGയും കഴിയുന്ന ഒരു ഏജ് ആവൂല 24 years ആവുമ്പോഴേക്കും. ശരിയല്ലേ? യെസ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് നോക്കാം. നാളെ ഉണ്ടല്ലോ, നാളെ നോക്കാം. നാളെ ഇത് കഴിയുമായിരിക്കും പ്രതീക്ഷിക്കുന്നു. എനിക്ക് പാർട്ട് 4 എവിടം വരെയായി? ക്രിസ്മസിന് മുമ്പ് നമുക്ക് എക്സാമുകൾ തീർക്കുവാണെങ്കിൽ ക്രിസ്മസിന് ഒരു ടെൻഷൻ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഞാൻ ചോദിച്ചു. പാർട്ട് 4 സെൽഫ് കൺസ്ട്രക്ഷൻ. പാർട്ട് 4 കഴിയാറായോ? ഓർമ്മയില്ല. സിക്സ്ത് ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. ചെറിയ ചാപ്റ്റേഴ്സ്. യൂണിഫോംസും സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ക്ലാസ് റൂം ആ ചാപ്റ്റർ കഴിഞ്ഞു.
ഓക്കെ. പിന്നെ ഞാനിപ്പോ തേർഡ് ആണ് എടുക്കുന്നത്. പാർട്ട് 3 തേർഡ് യൂണിറ്റ്, 4th യൂണിറ്റ് ഉണ്ട് സെൽഫ് കൺസ്ട്രക്ഷൻ. ശരണ്യ മാമിന്റെ 2 യൂണിറ്റ്സ് ആയിരുന്നു. പിന്നെ അതിലെന്താ എടുക്കണ്ടേന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മൂവ്മെന്റ്, ടെൻഡൻസീസ് ഓഫ് മാൻ, മോണ്ടിസോറി ടേംസ്, ഇതൊന്നും എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു എനിക്ക് തോന്നുന്നു. യെസ്, കുഴപ്പമില്ല. മാം, ആ 7th യൂണിറ്റ് എടുത്തതാണോ മാം? 7th യൂണിറ്റ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് അല്ലേ? യെസ്, അത് ഇച്ചിരി വലിയൊരു യൂണിറ്റ് ആയിരുന്നു. ഓക്കെ മാം. ഓക്കെ. Okay, then by Shanti, anyone for sign out? Sign out? മാം ആരും ഇല്ല മാം. Okay, fine. So, ഇന്നോടുകൂടി ശാന്തിന്റെ ഡ്യൂട്ടി കഴിയല്ലേ? അതെ മാം. Okay, so form a new committee and new leaders also. Okay, then, okay, bye. Night. Thank you, ma'am. ഫുഡ് കഴിച്ചോ? കഴിച്ചില്ല, കഴിക്കാൻ പോണേ. ചില സമയത്ത് ക്ലാസ്സിന് മുമ്പ് കഴിക്കാൻ പറ്റും, ചിലപ്പോ സമയം കിട്ടില്ല. താങ്ക് യു മാം. ബൈ. താങ്ക് യു മാം. ബൈ. താങ്ക് യു മാം. താങ്ക് യു മാം. ബൈ. താങ്ക് യു മാം. ഗുഡ് ഈവനിങ്. ഗുഡ് നൈറ്റ് എന്നാണ് പറഞ്ഞത്. ഗുഡ് നൈറ്റ്.